ഓക്കെ, നമുക്കറിയാം സർ, ഇവിടെ കേരളത്തിൽ എന്ത് ദുരന്തം നടക്കുമ്പോഴും പറയുന്ന ഒരു പ്രത്യേക ക്യാപ്സൂൾ ഉണ്ട്. ഇന്നിപ്പോൾ ഗാഡ്ഗിൽ മാധവ് അദ്ദേഹത്തിന്റെ ആ റിപ്പോർട്ടാണെങ്കിലും മറ്റൊട്ടേറെ ശാസ്ത്ര സാങ്കേതിക റിപ്പോർട്ടുകളാണെങ്കിലും അതല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തലുകളായാലും ഏജൻസികളുടെ മുൻപേ കൊടുത്ത റിപ്പോർട്ടുകളാണെങ്കിലും ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ പബ്ലിക് ഇത് ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് അന്യ സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള ദുരന്തങ്ങളെ കാഴ്ചവെച്ചുകൊണ്ട്, അതല്ലെങ്കിൽ അതിനെ എക്സാമ്പിൾ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെയൊക്കെ എന്താ ഗാഡ്ഗിൽ റിപ്പോർട്ട് ഉള്ളത് കൊണ്ടാണോ, അവിടെ പാറ പൊട്ടിച്ചത് കൊണ്ടാണോ, അവിടെ മഴ പെയ്തത് കൂടുതൽ പെയ്തത് കൊണ്ടാണോ, ഇതാണോ അതാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ബാലൻസിങ് പരിപാടി നടത്താറുണ്ട്. എങ്ങനെയാണ് സാർ അതിന് നമ്മൾ കാണുന്നത്? അല്ല, ഇവിടെ ഒരു ബാലൻസിങ് ഇല്ലല്ലോ. ഇപ്പൊ കർണാടകത്തിലൊരു ദുരന്തമുണ്ടായി എന്ന് പറയുമ്പോൾ കർണാടകത്തിന്റെ ദുരന്ത ഭൂമി നേരിട്ട് വീഡിയോയിൽ കാണുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം കേരളത്തിൻ്റെതിന് സമാനമായിട്ടുള്ള സംഭവമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവിടെയും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല, നഷ്ടപ്പെട്ടവരെ മുഴുവൻ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. പശ്ചിമഘട്ടത്തിന്റെ ഘടന കേരളം മുതൽ ഗുജറാത്ത് വരെ, അത് കേരളത്തിലും കർണാടകത്തിലും ഗോവയിലും മഹാരാഷ്ട്രയിലും കൂടി കടന്ന് ഗുജറാത്തിൽ പോയി കച്ചിൽ അവസാനിക്കുന്നിടം വരെ ഘടന ഒന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ നോക്കൂ, കേരളത്തിലുള്ളതുപോലെ അപകടങ്ങളും മരണങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? ഈവൻ കർണാടകത്തിലാണെങ്കിൽ പോലും കേരളത്തോട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. കർണാടകത്തിനപ്പുറം ഗോവയിലോ ഗോവയ്ക്കപ്പുറം മഹാരാഷ്ട്രയിലോ ഇങ്ങനെയൊരു സംഭവം കേട്ടുകേഴ്വി പോലും ഇല്ല. കേരളത്തിൽ നിരന്തരമായിട്ട് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താരതമ്യം ചെയ്താൽ പോലും വളരെ വ്യക്തമാണ് കേരളം എത്രയോ അപകടകരമായ അവസ്ഥയിലാണ് എന്നുള്ളത്. എന്നാൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായ എന്തെങ്കിലും ഒരു കാര്യത്തെ താരതമ്യപ്പെടുത്തുമ്പോൾ അശാസ്ത്രീയമായ അസത്യങ്ങളാണ് വിളമ്പുന്നത്. KC വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ MP, അതായത് കോൺഗ്രസിലെ രണ്ടാമനെന്നോ മൂന്നാമനെന്നോ ഒക്കെ പറയാവുന്ന വ്യക്തി, പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം നാണം കെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. അതായത് 2,60,000 പേര് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ട്രെയിൻ അപകടത്തിൽ ഇന്ത്യയിൽ മരിച്ചു. അപ്പൊ ആരൊക്കെയോ ചാടി എഴുന്നേറ്റ് ചോദിച്ചു, നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണോ? 2,60,000 പേര് ട്രെയിൻ അപകടത്തിൽ കഴിഞ്ഞ 5 കൊല്ലത്തിനിടെ മരിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, എനിക്ക് തെറ്റുപറ്റിയതല്ല എന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന ആൾക്കാരൊക്കെ തലയിൽ കൈവച്ചു, പലരും ചിരിച്ചുപോയി, എന്താ ഈ മനുഷ്യൻ പറയുന്നത്? അപ്പോൾ ഇതാണ് ഇവരുടെ കമ്പാരിസൺ, ഇതാണ് താരതമ്യം. അപ്പോൾ കണക്കുകൾ വെച്ച് കൃത്യമായിട്ട് തെളിയിക്കാൻ കഴിയുന്ന വസ്തുതകളെ പോലും കള്ള കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് ശാസ്ത്രീയമായിട്ടാണ് ഞാൻ പറയുന്നതെന്ന് പാർലമെന്റിൽ പോലും എഴുന്നേറ്റ് നിന്ന് ആവർത്തിച്ചുകൊണ്ട് യാതൊരു പിൻബലവും ഇല്ലാത്ത കാര്യങ്ങളെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്തായതുകൊണ്ട് നമുക്കിതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള നുണപ്രചരണങ്ങളെ ശാസ്ത്രീയമായ താരതമ്യമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ശൈലി കമ്മ്യൂണിസ്റ്റുകാരന് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് കോൺഗ്രസ്സുകാരനും കടമെടുത്തിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് സംസർഗം കൊണ്ടായിരിക്കാം. സർ, നമുക്കറിയാം അതുപോലെ തന്നെ സുരേഷ് ഗോപിയെ വലിച്ചിഴച്ചുകൊണ്ടുള്ള വലിയൊരു ക്യാമ്പയിൻ തന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് സുരേഷ് ഇപ്പൊ കഴിഞ്ഞ മണിക്കൂറിൽ ഞാൻ വീഡിയോ കണ്ടു. അതായത് രാഹുൽ ഗണ്ഡി ഈ ഒരു ദുരന്ത സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ അത് തന്നെ മുസ്ലിം നാമധാരികളാണ് എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും കൂടുതൽ മൃഗീയ ഭൂരിപക്ഷം കൊടുത്ത് വിജയിപ്പിച്ച വയനാട് മണ്ഡലത്തിലെ ഈ മുസ്ലിങ്ങൾ തന്നെ അയാൾക്കെതിരെ തിരിഞ്ഞുകൊണ്ട് താൻ എങ്ങോട്ടാണോ പോകുന്നത്, കാലിൽ ചെളി പുരളാതിരിക്കാൻ വണ്ടിയിൽ കയറിക്കൊണ്ട് ആരെ കാണിക്കാനോടോ ഷോ കാണിക്കാൻ ഇവിടേക്ക് വരേണ്ടെന്ന് നാട്ടുകാർ, ആ ദുരന്തത്തിൽ അകപ്പെട്ട ആളുകൾ തന്നെ പ്രതിഷേധിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യം. അപ്പോ അവിടേക്ക് ഷോ കാണിക്കാൻ ഈ സുരേഷ് ഗോപിയെ പോലെയുള്ള ആ ഒരു സെലിബ്രിറ്റി അവിടേക്ക് ചെന്നുകൊണ്ട് അവിടെ നടക്കുന്ന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ അവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ജനക്കൂട്ടം കൂടും അതിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുക. ഇത് ആ രീതിയിലാക്കിയെടുത്താൽ മാത്രമേ ജനങ്ങൾക്ക് സംതൃപ്തി വരികയുള്ളൂ എന്ന അവസ്ഥ എത്തിയിട്ടുണ്ട്. സത്യത്തിൽ സുരേഷ് ഗോപി സാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അതല്ലെങ്കിൽ ചെയ്യുന്നതായിട്ട് സാറിന് വല്ല അറിവ് കിട്ടിയിട്ടുണ്ടോ? അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി എന്നുള്ള സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നിരവധിയായ കാര്യങ്ങളുണ്ട്. ഒരു ദുരന്ത സ്ഥലത്തേക്ക് പോയി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യനെ അയക്കുകയും അന്ന് യാത്ര ചെയ്യാൻ പോലുമുള്ള രോഗാവസ്ഥയിൽ ഡൽഹിയിൽ ചികിത്സയിൽ കഴിയുന്ന സുരേഷ് ഗോപി ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായിട്ട് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കേരളത്തിലെ ജനതയ്ക്കും കേന്ദ്ര ഗവൺമെന്റിനും ഇടയ്ക്ക് ഒരു പാലം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് ചെയ്തത്. ഈ വസ്തുതകൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഭരണരംഗത്ത് 5 കൊല്ലക്കാലം കേന്ദ്രമന്ത്രിയുടെ OSD ആയിരിക്കുകയും 3 കൊല്ലക്കാലം കേന്ദ്രമന്ത്രിയുടെ പദവി തന്നെയുള്ള ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആയിരിക്കുകയും ചെയ്ത 8 വർഷക്കാലത്തെ കേന്ദ്ര ഭരണ പരിചയമുള്ള ആളിനെ ഡിപ്പാർട്ട്മെന്റുകളുടെ കോർഡിനേഷന് വേണ്ടി കേരളത്തിലേക്ക് അയച്ചത്.
അപ്പോൾ ആ രംഗത്ത് ശ്രീ ജോർജ് കുര്യൻ ചെയ്ത കാര്യങ്ങൾ വളരെയേറെ നിസ്തുലമാണ്. എന്നാൽ അതേസമയം കേരളത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ഡൽഹിയിലെ പാർലമെന്റ് സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഉള്ളപ്പോൾ അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് 3 സേനകളുടെ കേരളത്തിലേക്ക് അയക്കാനും അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ടീം അംഗങ്ങളെ കേരളത്തിലേക്ക് അയക്കാനും ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള ഓഫീസിന്റെ എല്ലാവിധ സപ്പോർട്ടുകളും ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ഒരു കേന്ദ്രമന്ത്രി ഡൽഹിയിൽ നിൽക്കുകയും ഒരു കേന്ദ്രമന്ത്രി കേരളത്തിലെത്തുകയും ചെയ്തുകൊണ്ട് പ്രവർത്തിച്ച ആ ഒരു കേന്ദ്ര ഗവൺമെന്റ് മെക്കാനിസത്തിന്റെ ഭാഗം ഒരു പാലത്തിന്റെ അങ്ങേയറ്റത്തെ തൂണും ഇങ്ങേയറ്റത്തെ തൂണും പോലെ ഡൽഹിയിലെ തൂണായിട്ട് സുരേഷ് ഗോപിയും കേരളത്തിലെ തൂണായിട്ട് ജോർജ് കുര്യനും പ്രവർത്തിച്ചുകൊണ്ട് കേരളവും ഡൽഹിയും തമ്മിലുള്ള പ്രവർത്തനത്തെ ഏകോപിപ്പിച്ച ഏറ്റവും ശാസ്ത്രീയമായ കാര്യത്തിൽ നിസ്തുലമായിട്ടുള്ള സേവനമാണ് സുരേഷ് ഗോപി ചെയ്തതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. സർ, നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം നാമധാരിയാണ്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ഫേസ്ബുക്കിൽ ഇന്ന് വ്യാപകമായിട്ടുള്ള ഒരു ചിത്രമുണ്ട്. അതായത് DYFI, STP അടക്കമുള്ള ഒട്ടേറെ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും നിരോധിത സംഘടനകളുടെ രാഷ്ട്രീയ പാർട്ടി സംഘടനകൾ കൂടിയായിട്ടുള്ള ഒട്ടേറെ സംഘടനകൾ നിരന്നു നിൽക്കുന്ന ഒരു ഫോട്ടോ. അതിൽ കാണിക്കാത്ത ഒരു പേര് പ്രത്യേകമായിട്ട് കാണിക്കാത്ത ഒരേ ഒരു സംഘടന ഉണ്ടായിരുന്നുള്ളൂ, സേവാഭാരതി എന്നുള്ളത്. സേവാഭാരതിക്ക് പരസ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ളത് നമുക്കറിയാം. വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്നുള്ള സിസ്റ്റത്തിൽ തന്നെയാണ് സേവാഭാരതി പ്രവർത്തിക്കുന്നത് എന്നറിയാം. എങ്ങനെയാണ് സാർ, സേവാഭാരതിക്ക് ഇതിൽ ഒട്ടും പങ്കില്ലേ ഈ ദുരന്ത രക്ഷാദൗത്യത്തിലോ മറ്റുള്ളതിലൊന്നും? ഈ ദുരന്തത്തിന്റെ ഭൂമിയിലേക്ക് ആദ്യം എത്തുകയും ദുരന്ത ഭൂമിയിൽ നിന്ന് ഏറ്റവും അവസാനം അവിടെ നിന്ന് പോരുകയും ചെയ്യുന്ന സംഘടനയുടെ പേരാണ് സേവാഭാരതി. ഇവരെല്ലാം നാളെ ക്യാമറ അവിടുന്ന് പോരുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം പോരും. മീഡിയയുടെ ക്യാമറകൾ പോന്നു കഴിഞ്ഞാലും പോരാത്തവരാണ് സേവാഭാരതി. ഇതിനു മുമ്പ് കേരളം കണ്ട എല്ലാ ദുരന്തങ്ങളിലും എല്ലാവരും പോയി കഴിയുമ്പോഴും വീടുകൾ വൃത്തിയാക്കാനും ശവശരീരങ്ങൾ മറവ് ചെയ്യാനും റോഡുകൾ പുനർനിർമ്മിക്കാനും പാലങ്ങൾ ഉണ്ടാക്കാനും മറ്റെല്ലാ കാര്യങ്ങൾക്കും ജനങ്ങളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നത് വരെ അവർക്ക് ഭക്ഷണം എത്തിക്കാനും മരുന്നെത്തിക്കാനും എല്ലാവിധ സംവിധാനങ്ങളോടും കൂടി ഇന്ന് ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും വളരെ ശാസ്ത്രീയവും സജീവവും സക്രിയവുമായിട്ട് പ്രവർത്തിക്കുന്ന NGO ആണ് സേവാഭാരതി. ആ സേവാഭാരതിക്ക് ഈ പറഞ്ഞ പോലെ ക്യാമറയുടെ മുമ്പിൽ മാത്രം പ്രവർത്തിക്കാൻ ഉള്ള ഒരു ആഗ്രഹവും ഇല്ല. ഈ കാലത്താണല്ലോ ക്യാമറയൊക്കെ വന്നത്. ഈ ക്യാമറയും വീഡിയോയും എന്നൊക്കെ വരുന്നതിന് മുമ്പ് സേവാഭാരതി ഉണ്ടായിരുന്നു. ഇനി ഇവരാരും തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും സേവാഭാരതി ഉണ്ടായിരിക്കും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, സേവാഭാരതിയുടെ അത്തരം നിസ്തുലമായ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അടിത്തറ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അതിന് യാതൊരു പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. പബ്ലിസിറ്റി സേവാഭാരതി ഒട്ട് കാക്ഷിക്കുന്നുമില്ല. എന്തായാലും സേവാഭാരതി ഇല്ലാത്ത ഒരു കാലവും സേവാഭാരതി ഉള്ള ഒരു കാലവും ജനം തിരിച്ചറിയുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ ദുരന്ത ഭൂമിയിൽ പോലും ബാക്കി എല്ലാവരും അവിടെ നിന്ന് മലയിറങ്ങി കഴിയുമ്പോൾ അവിടെ അവശേഷിക്കുന്ന ഏക സന്നദ്ധ സംഘടന സേവാഭാരതി ആയിരിക്കും. സേവാഭാരതിയുടെ ഈ കഴിവും സന്നദ്ധതയും അറിയാവുന്നത് കൊണ്ട് ആദ്യം ദുരന്തമുണ്ടായി 24 മണിക്കൂറിനകം ഞാനൊക്കെ ഇരിക്കുന്ന കോട്ടയം ജില്ലയിൽ നിന്ന് ഒരു വലിയ ട്രക്ക് നിറയെ നാഷണൽ പെർമിറ്റ് ലോറി നിറയെ സാധനങ്ങൾ അയച്ചു. പക്ഷേ ഒരു ലോറി സാധനം കൂടെ ബാക്കിയുണ്ടായിരുന്നു, കുടിവെള്ളം അടക്കം. അത് അയക്കാൻ സാധിച്ചില്ല, കാരണം അതിനു മുമ്പ് അവിടെ തടഞ്ഞു. അതായത് ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും മരുന്നും അവശ്യ വസ്തുക്കളും കൊണ്ടുചെന്നെത്തുന്ന സ്ഥാപനങ്ങളെ, അതുപോലെ തന്നെ അവരുടെ വാഹനങ്ങളെ, അവരുടെ സന്നദ്ധ പ്രവർത്തകരെ അങ്ങോട്ട് കടത്തിവിടാതിരുന്നത് ശ്രീമാൻ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ആരും ഇങ്ങോട്ട് വരാൻ പാടില്ല, ഒരു സാധനവും തരാൻ പാടില്ല, അങ്ങനെയൊന്നും ആവശ്യം ഇവിടെ ഇല്ല, ഇതൊക്കെ ഗവൺമെന്റിന് ചെയ്യാൻ കഴിയും എന്ന്. പക്ഷെ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വമ്പൻ പരാജയമാണെന്ന് കഴിഞ്ഞ പലതവണ കേരളം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ മനസ്സിലാക്കിയ കാര്യമാണ്. ഇനിയും ഇവിടെയും അത് സംഭവിക്കാൻ പോവുകയാണ്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം? വളരെ വ്യക്തമാണ്. പിണറായി വിജയന് ആവശ്യമുള്ള, അവർക്ക് പിന്തുണ കൊടുക്കുന്ന ചില ആൾക്കാരെ മാത്രം ദുരന്ത ഭൂമിയിലെ ക്യാമറകൾക്ക് മുമ്പിൽ നിരത്തി നിർത്തി വീഡിയോയും ഫോട്ടോയും എടുക്കുന്നത് വരെ മറ്റാരും വരാൻ പാടില്ല. അപ്പോൾ അവരുടെയൊക്കെ വീഡിയോയും ഫോട്ടോയും വന്നു കഴിഞ്ഞതിന് ശേഷം അവരൊക്കെ ക്യാമറയും മടക്കി മലയിറങ്ങി കഴിയുമ്പോൾ പിന്നെ സേവാഭാരതി പൊക്കോട്ടെ എന്നുള്ളൊരു മനോഭാവമാണ് പിണറായി വിജയൻ പുലർത്തുന്നത്. പക്ഷേ ജനങ്ങൾ അനുഭവിച്ചു കഴിയുമ്പോൾ അവര് തന്നെ സേവാഭാരതിയെ വിളിച്ചു വരുത്തുക തന്നെ ചെയ്യും എന്നുള്ളത് വളരെ വ്യക്തമാണ്.